ഹലോ പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ പരീക്ഷ തുടരുകയാണ്. നമ്മുടെ അറബിക് പരീക്ഷ അടുത്ത ദിവസം ആണല്ലോ അല്ലേ? അപ്പോൾ നിങ്ങളൊക്കെ പാഠഭാഗങ്ങളൊക്കെ വായിച്ച് നോക്കിയിട്ടുണ്ടാവും. എന്നാലും നമുക്ക് വരാൻ സാധ്യതയുള്ള പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും പുസ്തകം എടുത്ത് വെക്കണം മുന്നിൽ. ഓക്കെ, പുസ്തകവും നോട്ട് ബുക്കും എടുത്ത് വെച്ചോളൂ. നമുക്ക് ആവശ്യമുള്ളത് നോട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് പരീക്ഷാ പേപ്പറിൽ സാർ എപ്പോഴും പറയാറുള്ളത് പോലെ ഇസ്മ എഴുതാനുണ്ടാവും. അൽ ഇസ്മ പേരെഴുതാനുണ്ടാവും. അവിടെ അൽ ഇസ്മ എന്ന് കാണാം, അവിടെ നമ്മൾ പേരെഴുതുക. അതേപോലെ തന്നെ നമ്മുടെ സൊഫ് ക്ലാസ് എഴുതാനുണ്ടാവും. അവിടെ നമ്മൾ ക്ലാസ് എഴുതുക. സലാസ മൂന്നാം ക്ലാസ് എഴുതുക. നമുക്ക് ഈ ഹാഫ് ഇയർലി പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത് 35-ാമത്തെ പേജ് മുതൽ പാഠപുസ്തകത്തിലെ 61-ാമത്തെ പേജ് വരെയുള്ള ഭാഗങ്ങളാണ്. അതിലെ അസിറാത്തു ലിസിഹ എന്ന പാഠഭാഗം അല്ലേ? അതിൽ കുറച്ച് പാഠഭാഗങ്ങളുണ്ട്. അത് നമുക്ക് ഒന്ന് നോക്കാം. അതിൽ ഇലൽ മസ്റാത്തി എന്ന പാഠമാണ് ആദ്യമുള്ളത്. അതൊരു ഹിവാറാണ്. ഹിവാർ എന്ന് പറഞ്ഞാൽ എന്താ? സംഭാഷണം അല്ലേ? അതൊരു സംഭാഷണമാണ്. അപ്പോൾ ഒരു സംഭാഷണം എന്തായാലും ഉണ്ടാവും. അതിൽ മുദരിസത്ത് അധ്യാപികയും കുട്ടികളും കൂടി ഒരു കർഷകന്റെ അടുത്ത് പോവുകയാണ് അല്ലേ? എന്ത് കാണാൻ? അദ്ദേഹത്തിന്റെ മസ്റാത്ത് കൃഷിസ്ഥലം കാണാൻ വേണ്ടി, തോട്ടം കാണാൻ വേണ്ടി അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഇലൽ മസ്റാത്തി കൃഷിസ്ഥലത്തേക്ക് എന്ന പാഠഭാഗത്തിന്റെ പേര് കൊടുത്തത്, പാഠത്തിന്റെ പേര്. അതിൽ മുദരിസത്തും അധ്യാപിക പറയുകയാണ്. ആരോട്? മുസാരിഅനോട്, കൃഷിക്കാരനോട് പറയുകയാണ്. എന്താ പറയുന്നത്? സ്വബാഹുൽ ഖൈർ. സ്വബാഹുൽ ഖൈർ എന്താ? ഗുഡ് മോർണിംഗ്. അപ്പോ സ്വബാഹുൻ നൂർ. അപ്പൊ നമ്മള് ഹിവാറില് ചിലപ്പോ നമുക്ക് അവിടെ എഴുതാനുണ്ടാവും സ്വബാഹുൽ ഖൈർ എന്ന് എഴുതാനുണ്ടാവും. ചിലപ്പോൾ അവിടെ സ്വബാഹുൽ ഖൈർ എന്നുണ്ടാവും. അവിടെ നമുക്ക് സ്വബാഹുൻ നൂർ എന്നാണ് എഴുതേണ്ടതുണ്ടാവുക. ചിലപ്പം മസാഉൽ ഖൈർ ആയിരിക്കും ഉണ്ടാവുക. അപ്പം മസാ നൂർ എന്ന് എഴുതണം അല്ലേ? അപ്പോൾ ഹിവാറില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണത്. ആദ്യം വരുന്ന ആ വാക്കുകൾ. മർഹബൻ ബിക്കും, സ്വാഗതം, വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ മുദരിസത്ത് അധ്യാപിക പറഞ്ഞു, മർഹബൻ നുരീദു മിൻക മുസാഅദ, ഞങ്ങള് നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് വേണ്ടതുണ്ട് എന്ന് പറയാണ്. അപ്പൊ എന്ത് സഹായമാണ് വേണ്ടത്? മാതാ തുരീദൂന, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ സിയാറത്ത മസ്റാത്തിക്ക, നിങ്ങളുടെ കൃഷിസ്ഥലം ഞങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ്, ഞങ്ങൾക്ക് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ മുഫീദ പറയാണ്, ഹാദിഹി മസ്റാത്തുൻ ജമീല, ഇത് ഭംഗിയുള്ള കൃഷിത്തോട്ടമാണ്, ഭംഗിയുള്ള കൃഷിത്തോട്ടമാണ്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കണം. നമുക്ക് വരുന്ന ഒരു സ്ഥലത്ത് അത് എഴുതാനുണ്ട്. മാതാ തസ്റൗ, എന്താണ് നിങ്ങൾ കൃഷി ചെയ്യുന്നത്? സയാൻ ചോദിച്ചു. മുസാരി പറഞ്ഞു, അസ്റൗ അൽ ഫവാക്കിഹ. ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അസ്റൗ, ഞാൻ കൃഷി ചെയ്യുന്നു. എന്ത്? അൽ ഫവാക്കിഹ. ഫവാക്കിഹ, ഫവാക്കിഹ എന്താ? പഴങ്ങൾ. വൽ അസ്ഹാർ, അസ്ഹാർ എന്താണ്? പൂക്കൾ. വൽ ഹലറവാത്ത്, പച്ചക്കറികൾ. ഇതൊക്കെയാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. അപ്പോൾ സയാൻ പറയുന്നു, നുരീദു എഴുതാദ ഫിലാഹത്തിൽ മത്ബഹ്, ഞങ്ങളൊരു അടുക്കളത്തോട്ടം നിർമ്മിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഹസനൻ, നല്ലത് തന്നെ. അനൗസായിദുക്കും, ഞാൻ നിങ്ങളെ സഹായിക്കാം. അപ്പോൾ ഹിവാറിന്റെ അവസാന ഭാഗത്ത് പലപ്പോഴും നമുക്ക് പൂരിപ്പിക്കാൻ വേണ്ടി പരീക്ഷയ്ക്ക് വരുന്ന ഭാഗമാണ് ശുക്രൻ. ഒരാൾ ശുക്രൻ എന്ന് പറയും. അത് കഴിഞ്ഞാൽ അഫ്വ എന്നാണ് വേണ്ടത്. ചിലപ്പോൾ ശുക്രൻ അവിടെ നമുക്ക് എഴുതാനുണ്ടാവും. അപ്പൊ നമ്മൾ ശുക്രൻ എന്ന് എഴുതി പഠിക്കണം. സബാഹുൽ ഖൈർ എന്ന്, സബാഹുൻ ഖൈർ, സബാഹുൻ നൂർ, മസാൽ ഖൈർ, മസാ നൂർ, ശുക്രൻ, ഒഫുവൻ, ഇതൊക്കെ നമ്മൾ എഴുതി പഠിക്കുക, നന്നായിട്ട് എഴുതി പഠിക്കുക. അങ്ങനെ എന്ത് ചെയ്തു? അവരെ അവിടെ നിന്ന് മനസ്സിലാക്കി. അവിടെ അങ്ങനെ പിന്നെ സയാൻ എവിടെ എത്തിയാന്ന്? വീട്ടിലെത്തിയപ്പോൾ ഉപ്പയോട്, സയാന്റെ ഉപ്പയോടുള്ള ഒരു ഹിവാറാണ്, സംഭാഷണമാണ്. അവിടെ നിങ്ങൾ നോക്കൂ, സയാൻ എന്താ പറയുന്നത്? മസാഉൽ ഖൈർ, ഗുഡ് ഈവനിങ്, ഉപ്പയോട് പറയാം. അപ്പോ മസാഉൽ ഖൈർ എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ അവിടെ എഴുതേണ്ടത്, അടുത്ത ആള് പറയുന്നത് മസാ നൂർ, മസാഉൻ നൂർ അല്ലേ? അപ്പോ മസാഉൽ ഖൈർ എന്ന് നമ്മൾ എഴുതി പഠിക്കണം. മസാഉൻ നൂർ എന്നും എഴുതി പഠിക്കണം. മാതാ ഫീ യദിക, നിന്റെ കയ്യിൽ എന്താണ് കയ്യിലുള്ളത്?
അൽ ബുദൂറു വിത്തുകളും അതേപോലെ തന്നെ ഷത്ലാത്ത് ചെടികളുമാണ്. ഷത്ലാത്ത് എന്നാണ് അവിടെ എഴുതേണ്ടത്. ഷത്ലാത്ത് ചെടികൾ. മിൻ ഐന എവിടെ നിന്നാണ് നിനക്കിത് കിട്ടിയത്? മിനൽ മസ്റഅത്തി കൃഷിസ്ഥലത്ത് നിന്നാണ്. സുർണ ഞങ്ങൾ സന്ദർശിച്ചു. അൽ മുദരിസ ഞങ്ങളുടെ അധ്യാപികയോടൊപ്പം ഞങ്ങൾ സന്ദർശിച്ചിരുന്നു. മാദാ റഅയ്തും ഹുനാക അവിടെ എന്താണ് നീ കണ്ടത്? അപ്പോൾ ഫവാക്കിഹ് എന്തെല്ലാമാണ് അവിടെ കണ്ടത്? ഫവാക്കിഹ് കണ്ടിട്ടുണ്ട്. അൽ അസ്ഹാർ വൽ അസ്ഹാർ പിന്നെയോ വൽ ഖളറവാത്ത് അല്ലേ പഴങ്ങളും പച്ചക്കറികളും പൂക്കളുമാണ്. കൈഫ കാനത്തിൽ മസ്റാത്ത് എങ്ങനെയുണ്ട് ആ കൃഷിസ്ഥലം എങ്ങനെയുണ്ട് അല്ലേ? അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, സാറ് പറഞ്ഞില്ലേ ഓർക്കണമെന്ന്. എന്താണത്? മസ്റാത്തുൻ ജമീല ഭംഗിയുള്ള കൃഷിസ്ഥലം തന്നെയാണ്. അപ്പൊ നൊഇദ്ദു ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. സയാൻ പറയാണ് ഉപ്പയോട്, നൊഇദ്ദു ഞങ്ങൾ ഉദ്ദേശിക്കുന്നു, അടുക്കളത്തോട്ടം നിർമ്മിക്കാൻ വേണ്ടി ഞങ്ങൾ ഉദ്ദേശിക്കുകയാണ്. അപ്പൊ അവിടെ എന്താ വേണ്ടത്? നൊഇദ്ദു എന്ത്? ഫിലാഹത്തിൽ മത്ബഹ് അവിടെ അടുക്കളത്തോട്ടം എന്നതിന്റെ അറബിയാണ് വേണ്ടത്. ഹസനൻ നല്ലത് തന്നെ. ഫിക്റത്തുൻ റായിഅ നല്ല ഐഡിയ ആണ്, നിങ്ങളുടെ ഗുഡ് ഐഡിയ എന്ന് പറയാണ്. ഇനി നോക്കൂ നിങ്ങൾ, വ്യത്യസ്ത രൂപത്തിൽ വളരുന്ന കൃഷികളാണ് അല്ലേ? മരങ്ങളുണ്ട്, ചെടികളുണ്ട്, ഒക്കെ ഉണ്ട്. ഒന്നാമത് പറമ്പിലും ഒക്കെ വളരുന്ന തെങ്ങ് അല്ലേ? അത് പറമ്പിലാണ് വളരുന്നത്. ഇനി വലിയൊരു എന്താ പറയുക, ഒരു ബക്കറ്റിൽ അവിടെ ചെറിയ മാങ്ങകളൊക്കെ അല്ലേ? ഇപ്പോൾ വ്യത്യസ്ത രൂപത്തിലുള്ള ചെറിയ മാവുകളൊക്കെ അല്ലേ? അങ്ങനത്തത് അവിടെ നടും. പിന്നെ ഗ്ലാസ്സിലൊക്കെ വെള്ളത്തിൽ ഒക്കെ നടാൻ പറ്റിയിട്ടുള്ള ഉള്ളി പോലെയുള്ള കൃഷികളുണ്ട്. അതേപോലെ തന്നെ ഒരു ബോട്ടിൽ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിച്ച വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ബോട്ടിൽ അതിലെ അങ്ങനെയുള്ള സാധനങ്ങൾ അത് തിരിച്ചു വെച്ചിട്ട് അതിൽ ചെടികൾ നട്ടിട്ട് അങ്ങനെ ഉപയോഗിക്കുന്നതുണ്ട്. വ്യത്യസ്ത രൂപത്തിൽ എന്ത് ചെയ്യാണ് ചെടികൾ വളർത്തുക എന്ന രീതിയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനിയോ നമുക്ക് ഇവിടെ ഇതേപോലെ അടുത്ത പേജിൽ നമുക്ക് അടുത്ത പേജിൽ 46-ാമത്തെ പേജിൽ അവിടെ എന്തെല്ലാം ഉള്ളത്? പച്ചക്കറികളുണ്ട്, പിന്നെയോ പഴങ്ങളുണ്ട്, പൂക്കളുണ്ട്. ഇതിൻ്റെയൊക്കെ അറബി എഴുതണം. ഇതിൻ്റെ അറബി നമ്മൾ നിർബന്ധമായിട്ടും എഴുതി പഠിക്കണം. നമ്മൾ എന്തായാലും നിർബന്ധമായിട്ട് അത് വായിച്ചു പോയാൽ മാത്രം പോരാ, നമ്മൾ എഴുതി തന്നെ പഠിക്കണം. അപ്പോൾ പച്ചക്കറികൾക്ക് എന്താ പറയുക? ഹലറവാത്ത്. ചിലപ്പോൾ അവിടുന്ന് കൊടുത്തിട്ട് എടുത്ത് എഴുതാനുണ്ടാവും. എടുത്ത് എഴുതണമെങ്കിൽ നമ്മൾ വായിക്കാൻ പഠിക്കണ്ടേ? വായിക്കാൻ പഠിക്കാതെ എങ്ങനെയാണെന്ന് നമുക്ക് എടുത്ത് എഴുതാൻ പറ്റുമോ? അവിടെ ഉണ്ടെങ്കിലും ചിലപ്പോൾ അവിടെ കൊടുക്കുകയില്ല, ബ്രാക്കറ്റിലോ ആ ബോക്സിലൊന്നും ചിലപ്പം കൊടുത്തെന്ന് വരികയില്ല. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് എഴുതേണ്ടി വരും. എളുപ്പമാണ്, ഒരു പ്രയാസവുമില്ല അല്ലേ? ഹലറവാത്ത് എന്ന് എഴുതണം. പിന്നെയോ ഫവാക്കിഹ് എന്താണ്? ഫവാക്കിഹ് എന്ന് പറഞ്ഞാൽ പഴങ്ങളാണ്, അതും എഴുതാൻ അറിയാലോ. പിന്നെ അസ്ഹാർ അത് എഴുതാം. ഇനിയോ ഫിലാഹത്തുൽ മത്ബഹ് എന്നുള്ള പാഠമുണ്ട്. ഇതെന്താണ്? ആരുടെ ഫിലാഹത്താണ്? ഇത് സയാന്റെ ഫിലാഹത്താണ്. ഹാദിഹി ഫിലാഹത്തു സയാൻ ജമീല ഭംഗിയുള്ള കൃഷിസ്ഥലമാണ്. ഫിഹ അതിലുണ്ട് ഹലറവാത്ത് ഫവാക്ക്. യസ്കി സയാൻ അത് നനയ്ക്കുന്നു. വഹുത്തുഹു അവന്റെ സഹോദരി മാജിദയും നനയ്ക്കുന്നു. അൽ ഫിലാഹത്ത കൃഷിസ്ഥലം. എപ്പോഴൊക്കെ? സ്വബാഹൻ വ മസാ. സ്വബാഹ് എന്ന് പറഞ്ഞാൽ രാവിലെ, മസാ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം. ഇനിയോ നമുക്ക് പാഠത്തിലേക്ക് നോക്കിയിട്ട് ഇവിടെ നമുക്ക് പൂരിപ്പിക്കാനുണ്ട്. എന്താണ് പൂരിപ്പിക്കാനുള്ളത്? ഫി ഫിലാഹത്തി ആ കൃഷിസ്ഥലത്ത്, സയാന്റെ കൃഷിസ്ഥലത്ത് എന്തെല്ലാമാണുള്ളത്? ഹലറവാത്തുകളുണ്ട്, പച്ചക്കറികളുണ്ട്. ഏതുപോലെ? മിസ്ല തൊമാത്തിം. ഏതൊക്കെ അവിടെ എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? തൊമാത്തിം ഉണ്ട്, അതേപോലെ തന്നെ ബാമിയ ഉണ്ട്, വെണ്ടയുണ്ട്, അതസ് ഉണ്ട് അല്ലേ? അതസ് പയറുണ്ട്, ബാദിഞ്ചാൻ വഴുതനങ്ങുണ്ട് അല്ലേ? ഇതൊക്കെയുണ്ട്. വൽ ഫവാക്കി പഴങ്ങളുണ്ട്. ഏതൊക്കെ? മിസ്ല എന്ന് പറഞ്ഞാൽ ഇതുപോലെ. ഏതുപോലെ? ഏതൊക്കെയാ പഴങ്ങളുള്ളത്? മൗസുൻ അല്ലേ? അപ്പൊ മൗസ്, ബബായ. മൗസ് എന്ന് പറഞ്ഞ പഴം അല്ലേ? ബബായ പപ്പായ, ജുവാഫ പേരക്ക, ബസല് അല്ലേ? ബിത്തേഹ് ബത്തക്ക. ഇതൊക്കെയുണ്ട്. പിന്നെ നമുക്ക് അവിടെ 45-ാമത്തെ പേജിൽ നോക്കൂ നിങ്ങൾ. സൂക്കുൽ മർക്കസി അല്ലേ? ഒരു സൂപ്പർ മാർക്കറ്റാണ് അത് വലിയ മാർക്കറ്റുകളില്ലേ? സൂക്കുൽ മർക്കസി, ലുലു അല്ലേ? സൂക്കുൽ മർക്കസി, ഡെമാർട്ട് അല്ലേ? ഫ്രഷ് മാർട്ട്, അതേപോലെയുള്ള കുറച്ച് വലിയ കടകളില്ലേ? അങ്ങനെയുള്ള അവിടെ വിലവിവര പട്ടിക ഉണ്ട്. കായിമത്തുൽ അസ്ആർ വിലവിവര പട്ടിക. അതിലെന്തെല്ലാം ഉള്ളത്? നൗഉൻ സാധനങ്ങളുടെ എന്തെല്ലാം സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. അതേപോലെ തന്നെ സിഅർ അതിന്റെ വിലയുമുണ്ട്. എത്ര ഓരോ സാധനത്തിന്റെയും വില.
അപ്പോൾ വില വിവര പട്ടിക എന്ന് നമുക്ക് കാണാം. അപ്പോൾ പല കടയിലും നമുക്ക് എല്ലാ കടയിലും കാണാൻ പറ്റും അല്ലേ? അപ്പോൾ നോക്കുക ഏതൊക്കെയാണുള്ളത്. ബാമിയ വെണ്ട, ടൊമാറ്റിം തക്കാളി, ബസല് ഉള്ളി, ബത്താത്തിസ് ഉരുളക്കിഴങ്ങ്, ജസർ കാരറ്റ്, സോമൻ വെളുത്തുള്ളി, ഖിയാർ, ഫൂൽ, ബാദിഞ്ചാൻ. നോക്കുക ഇനി അവിടെ വിലയുണ്ട്, ഓരോന്നിൻ്റെയും വിലയും അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അത് നമ്മൾ വായിച്ചു പഠിക്കുക. അത് ഞാൻ വിശദമായിട്ട് പറയാം. ഇനി ഇവിടെ നോക്ക്, നിങ്ങൾ 46-ാമത്തെ പേജിൽ അവിടെ കാണുന്നില്ലേ, ഓരോന്നിൻ്റെയും വില നമ്മൾ എന്ത് ചെയ്യണം, അതിനോട് ചേർത്ത് എഴുതണം. പച്ചക്കറികളും പഴങ്ങളും സാധനങ്ങളുടെയൊക്കെ പേര് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ വില എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ എഴുതണം അല്ലേ? അത് നമുക്ക് പിന്നെ എഴുതാൻ എളുപ്പമാണ്. അവിടെ കൊടുത്തിട്ടുണ്ട് 22 എന്നുള്ളതിന് എന്താ പറയുക, ഇസ്നത്താനി വഇശ്റൂൻ നമ്മൾ പഠിച്ചാണല്ലോ. 1 മുതൽ 10 വരെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. അത് വരുന്നുണ്ട്, ഞാൻ വിശദമായിട്ട് പറയാം അല്ലേ? സലാസത്തും വഇശ്റൂൻ അല്ലേ? വാഹിദ് മുതൽ അഷറ വരെ നമ്മൾ പഠിച്ചതാണ്. പിന്നീട് നമ്മൾ 20 വരെ പഠിച്ചതാണ് അല്ലേ? 20 വരെ പഠിച്ചതാണ്. അഷറ 10, അഷറയും ഇഷ്റൂൻ 20 അല്ലേ? അപ്പോൾ എന്താണ് അത് ഓരോന്നും നമുക്ക് ഇഹ്ദ വ ഇഷ്റൂൻ അല്ലേ? 21 അങ്ങനെ ഓരോന്നും. ഇസ്നത്താനി വ ഇഷ്റൂൻ, സലാസും വ ഇഷ്റൂൻ, അർബവും വ ഇഷ്റൂൻ, ഹംസും വ ഇഷ്റൂൻ, സിത്തും വ ഇഷ്റൂൻ അല്ലേ? പിന്നെന്താണ് സബവും വ ഇഷ്റൂൻ അല്ലേ? പിന്നെ സമാനി വ ഇഷ്റൂൻ, തിസ്ഉം വ ഇഷ്റൂൻ അല്ലേ? ഇനി 30 മുതൽ നമുക്ക് പഠിക്കാൻ വരുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ ഒരു പദ്യമാണ് 47-ാമത്തെ പേജിൽ ഒരു പദ്യം. അതിലെന്താ പഠിക്കുന്നതെന്നറിയോ? ഞാൻ സാറ് വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. അതിൽ കളറുകളാണ് പഠിക്കുന്നത്, നിറങ്ങളാണ് പഠിക്കുന്നത്. ഇപ്പോൾ പച്ചക്കറികളുടെ പേരുകൾ നമ്മൾ പഠിക്കണം, അതേപോലെ തന്നെ നിറങ്ങളുടെ പേരുകൾ നമ്മൾ പഠിക്കണം. പച്ചക്കറികളുടെ പേരുകൾ മറന്നു പോകരുത്. ഫൂല്, ബീൻസ്, ബാമിയ വെണ്ട, ടമാറ്റിം തക്കാളി, ബസല് ഉള്ളി, ജസർ, ഖിയാർ, ബത്താത്തിസ് ഉരുളക്കിഴങ്ങ്, സോമ്, ഇതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതൊക്കെ നിങ്ങൾ എഴുതാൻ പഠിക്കണം. പച്ചക്കറികളുടെ പേരുകൾ എഴുതാൻ വേണ്ടി പഠിക്കണം. ഓക്കെ, എഴുതി തന്നെ പഠിക്കണേ അത്. അത് വായിച്ചും പഠിക്കണം. അതിൻ്റെ ചിത്രങ്ങൾ കൊടുത്തിട്ട് ചിലപ്പോൾ പേര് എഴുതാൻ പറയും, ചിലപ്പം പേര് തന്നെ ചിലപ്പം പൂരിപ്പിക്കാനുണ്ടാവും, ചില അക്ഷരങ്ങൾ വിട്ടിട്ടുണ്ടാവും അല്ലേ? സോമു എന്നുള്ളതിന് മാ വിട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് ഇത് പച്ചക്കറീൻ്റെ പേരാണ് എന്ന് തിരിച്ചറിഞ്ഞ് എഴുതാൻ പറ്റണം. അപ്പോൾ നമുക്ക് മാ അഹ്ലൽ അൽവാൻ, എന്തൊരു രസമാണ് ഈ കളറുകൾ എന്ന പാഠം നോക്കാം. അസ്ഫർ 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 ലൗനു ഫിൽ അസ്മാർ തുടങ്ങിയിട്ടുള്ള ആ പാട്ടല്ലേ, നോക്കാം. ചിലപ്പോൾ ആ പദ്യം ചിലപ്പം പൂരിപ്പിക്കാനുണ്ടാവുക. ചിലപ്പോൾ അസ്ഫർ എന്ന് അവിടെ ഉണ്ടാവും, ചിലപ്പോൾ അസ്ഫർ വിട്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതേപോലെ മുൻപത്തെ ലൈൻ എങ്ങനെയാണോ വന്നത് അതേപോലെ നോക്കി എഴുതിയാൽ മതി. ചില സ്ഥലത്ത് കളറുകളുടെ പേര് പൂരിപ്പിക്കാനുണ്ടാവും, അപ്പോൾ കളർ അറിയണം അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ എങ്ങനെയാണോ മുമ്പത്തെ വരി വന്നത്, ഇപ്പോൾ അസ്ഫർ അസ്ഫർ അസ്ഫർ, അഹ്മർ 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 അല്ലേ? 3 പ്രാവശ്യം അല്ലേ? അടുത്ത വരി വിട്ടു, അപ്പോൾ നമുക്ക് വേറൊരു കളർ ചെയ്താ എത്ര പ്രാവശ്യം എഴുതണം? 3 പ്രാവശ്യം എഴുതണം അല്ലേ? അതേപോലെ തന്നെ ചിലപ്പോൾ എന്താണ് അസ്ഫർ അസ്ഫർ അസ്ഫർ, മഞ്ഞയാണ് അസ്ഫർ മഞ്ഞയാണ്, ലൗനുൻ ഫിൽ അസ്മാർ അല്ലേ? പഴങ്ങളുടെ നിറം മഞ്ഞയാണ്. അപ്പോൾ അസ്മാർ അവിടെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അസ്മാർ എന്ന് എഴുതാൻ പറ്റണം അല്ലേ? അതേപോലെ തന്നെ അസ്ഹാർ, ഔറാഖ്, അസ്നാൻ അതൊക്കെ നമുക്ക് എഴുതാൻ സാധിക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് കളറുകൾ ഒന്നുകൂടി പഠിക്കുന്നതാണ്. നമ്മുടെ 48-ാമത്തെ പേജ്. കമീസുൻ ബുന്നയുൻ, ബുന്നി കളറുള്ള ഒരു ബ്രൗൺ കളറുള്ള കമീസാണ്, ഷർട്ടാണ്. കൂബുൻ ബുർത്തുക്കാലി എന്ന് പറഞ്ഞാൽ ഓറഞ്ചാണ്. ബുർത്തുക്കാലി എന്ന് പറഞ്ഞാൽ ഓറഞ്ച് നിറമാണ് അല്ലേ? ഓറഞ്ച് നിറമാണ് കൂബുൻ. ആ കപ്പ് എന്താണ്? ഓറഞ്ച് നിറമാണ്. പിന്നെയോ വറക്കുൻ അഹ്ലർ, പച്ച നിറത്തിലുള്ള വറക്ക് ഇലയാണ്. അപ്പോൾ വറദുൻ അഹ്മർ, ചുവപ്പ് നിറത്തിലുള്ള പൂവ് അല്ലേ? അപ്പോൾ നമുക്ക് അവിടെ അതും ചിലപ്പം പൂരിപ്പിക്കാനുണ്ടാവും, നിറങ്ങൾ കൊടുക്കാനുണ്ടാവും. വറക്കുൻ ഡാഷ്. അപ്പോൾ വറക്കിന്റെ കളർ ഏതാ? അഹ്മറാണോ വേണ്ടത്? ആണോ? നിങ്ങൾ പറ, ബുർത്തുക്കാലിയാണോ വേണ്ടത്? അഹ്മറാണോ വേണ്ടത്? അല്ല, അഹ്ലറാണ് വേണ്ടത്. അപ്പൊ നിറങ്ങളുടെ പേര് നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതി പഠിക്കണം. ഓക്കെ, നിറങ്ങളുടെ പേര് എഴുതി പഠിക്കണം. ചിലപ്പോൾ നമുക്ക് നമ്മുടെ ദേശീയ പതാക ഏതാ? നമ്മൾ സ്വാതന്ത്ര്യ ദിനത്തിലൊക്കെ നമ്മൾ വരച്ച് കളർ കൊടുത്തില്ലേ? ചിലപ്പോൾ ദേശീയ പതാകക്ക് നിറം കൊടുത്തിട്ട് അതിൻ്റെ പേര് എഴുതാനുണ്ടാവും.
ചിലപ്പോ അവിടെ നിറം ഉണ്ടാവും, അവിടെ നമുക്ക് ആ നിറങ്ങളുടെ പേരുകൾ എഴുതാനുണ്ടാവും. സഅഫറാൻ, കുങ്കുമ കളറിന് എന്താ പറയാ? സഅഫറാൻ. സഅഫറാൻ എന്ന് എഴുതുമ്പോ അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എങ്ങനെയാണ് എഴുതുക എന്നല്ലേ, എഴുതി തന്നെ പഠിക്കണം. വെള്ള കളർ അല്ലെ, ദേശീയ പതാകന്റെ നടുക്കുള്ള വെള്ള കളർ എന്താ പറയാ? അബിയദ്. അബിയദ് അല്ലെ, എളുപ്പമാണല്ലോ. ബ്ലാക്കിന് എന്താ പറയാ? അബിയദിന്റെ എതിര് കറുപ്പ് കളറിന് എന്താ പറയാ? അസ്വദ് അല്ലെ, അസ്വദ്. അപ്പൊ അഹ്ലർ, പച്ച കളറിന് എന്താ പറയാ? അഹ്ലർ. അപ്പൊ പച്ചക്കറിന്റെ പേര്, പച്ചക്കറിന്റെ നിറം അഹ്ലറാണ്. അതേപോലെ തന്നെ ദേശീയ പതാകന്റെ അവസാനത്തെ കളറ്, താഴെയുള്ള കളർ അഹ്ലറാണ്. ഇലയുടെ വറക്കിന്റെ നിറം അഹ്ലറാണ്. അപ്പൊ പച്ച കളറിന് അഹ്ലർ എന്നാണ് പറയാ. അത് എഴുതി പഠിക്കണം. അതേപോലെ ഓരോ നിറങ്ങളും. ഇനിയോ ഡാലിയ അസ്റഖ് അല്ലെ, ഡാലിയ പുഷ്പം, അസ്റഖ് നീല കളറാണ്. അവിടെ വറദുൻ അഹ്മർ, സമ്പക്ക്, സമ്പക്ക് അല്ലെ, സമ്പക്കിന്റെ നിറം ഇതാ. ഫുല്ല്, ഫുല്ല് അബിയദ്. മുല്ലപ്പൂവ് ഏതാണ്? അബിയദ്, അബിയദ് കളറാണ്. ആ നിറങ്ങളുടെ പേരൊക്കെ അവിടെയാണ്. ഇനി ജിസ്മു സലീം, നല്ല ബോഡി അല്ലെ, നല്ല ബോഡി. എങ്ങനെയാണ് ആരോഗ്യമുള്ള ബോഡി ഉണ്ടാവുക? ആരോഗ്യത്തിന്റെ കാര്യങ്ങൾ, വ്യായാമത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു പാഠമാണ് അല്ലെ. നമ്മളൊക്കെ കളിക്കാറില്ലേ? പല കളിയാണ് ഓരോരുത്തർക്ക് ഇഷ്ടം അല്ലെ. ഇവിടെ 52-ാമത്തെ പേജിൽ കുറെ കളിയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളുണ്ട് അല്ലെ. ഹോക്കി ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്, ക്രിക്കറ്റ് ഉണ്ട്, ബാഡ്മിന്റൺ ഉണ്ട്, ഷട്ടില്, അതേപോലെ തന്നെ വോളിബോള്, ബാസ്കറ്റ് ബോൾ ഒക്കെ ഉണ്ട് അല്ലെ. ഇനി ഇവിടെ ഒരു പാട്ടുണ്ട്, ഖുറത്തുൽ ഖദം, ഫുട്ബോളിനെ കുറിച്ച് ഒരു പാട്ട്. എനിക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു കളിയാണ് ഫുട്ബോൾ അല്ലെ. നമ്മൾ കളിക്കാറില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുട്ബോൾ. ഞാനും കളിക്കാറുണ്ട്, നിങ്ങളൊക്കെ കളിക്കാറില്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു കളിയെ കുറിച്ചൊരു പാട്ടാണ്. യാ അസ്ഹാബി ഹയ്യാ നദ്ഹബ് നംലി ദൗമൻ നഹ്വൽ മൽഅബ് തുടങ്ങിയിട്ടുള്ള ഒരു പാട്ടാണ്. ഇവിടെ ഈ പാട്ടില് നമുക്ക് 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഞാൻ വിശദമായിട്ട് പറയുന്നില്ല, വീഡിയോ നീണ്ടുപോകുന്നത് കൊണ്ട്. 54-ാമത്തെ പേജിൽ നമ്മോട് അവിടെ പറഞ്ഞിരിക്കുന്നത് നൂന് കൊണ്ട് തുടങ്ങുന്ന മബ്ദൂ അത്ത ബിന്നൂൻ, നൂന് കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾ, ഫിഅലുകളാണ് എഴുതേണ്ടത്. ഇപ്പോൾ ഫിഅലുകളുണ്ട്, ഫിഅലുകളൊക്കെ അറിയാലോ, ഫിഅലുകളും ഇസ്മുകളും ഉണ്ട്. അപ്പോൾ അതിൽ നാ കൊണ്ട് തുടങ്ങുന്ന വാക്കുകളാണ് നമുക്ക് കണ്ട്. ഏതൊക്കെ അല്ല നാ കൊണ്ട്? ഈ അസ്ഹാബി, യാ അസ്ഹാബി എന്ന പാഠത്തിൽ വരുന്ന, പാട്ടിൽ വരുന്ന നാ കൊണ്ട് തുടങ്ങുന്നത്. നിങ്ങളൊന്ന് ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് റൗണ്ട് ചെയ്യൂ. നിങ്ങൾ പിന്നെ പെൻസിൽ കൊണ്ടൊന്ന് റൗണ്ട് ചെയ്ത് നോക്കൂ. എന്നിട്ട് അതൊന്ന് നോട്ട് ബുക്കിലേക്ക് എഴുതൂ. നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് എഴുതിയതായിരിക്കാം, എന്നാലും നിങ്ങളൊന്ന് ചിലപ്പോൾ നാ കൊണ്ട് തുടങ്ങുന്നതായിരിക്കില്ല, പരീക്ഷയ്ക്ക് ചോദിക്കുക. താ കൊണ്ട് തുടങ്ങുന്നതായിരിക്കും, ചിലപ്പോൾ ബാ കൊണ്ട് തുടങ്ങുന്നതായിരിക്കും, ചിലപ്പോൾ ദാ കൊണ്ട് തുടങ്ങുന്നതായിരിക്കും. അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവണ്ടേ? അപ്പൊ നമ്മളത് ചെയ്ത് നോക്കൂ. നദ്ഹബു അല്ലേ, നംലി അല്ലേ, നെഹ്വ വേണ്ട, അത് ഫിഅലല്ല. പിന്നെയോ നൽഅബ് വരുന്നുണ്ട് വീണ്ടും. നതസാബഖു അല്ലേ, നമുക്ക് മത്സരിക്കാം. പിന്നെയോ പിന്നെ ഏതാ വരുന്നത്? പിന്നെ നഹ്ജുമു അല്ലേ, നുദാഫിഉ അല്ലേ, നമ്മള് പിന്നെ ഫുട്ബോൾ കളിയിൽ എന്ത് ചെയ്യും? പ്രതിരോധിക്കും, അറ്റാക്ക് ചെയ്യും അല്ലേ, അങ്ങോട്ട് അല്ലേ. പിന്നെ വളരെ ധൈര്യത്തോടു കൂടി മുന്നേറിയല്ലേ ഫുട്ബോൾ ആ കോർട്ടിൽ വരെ കൊണ്ടുപോയിട്ട് അവസാനം എന്ത് ചെയ്യും? ഗോൾ അടിക്കും. അപ്പോൾ നൽഅബ് വീണ്ടും വരുന്നുണ്ട് അല്ലേ, നംലി വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ ആ നാ കൊണ്ട് വരുന്നതൊക്കെ നമ്മൾ അവിടെ എഴുതുക. പിന്നെ വരുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 55-ാമത്തെ പേജ്. 55-ാമത്തെ പേജില് യുഷാഹിദുൽ വലദു, ആ കുട്ടി എന്ത് ചെയ്യാണ്? ലഅബ ഖുറത്തുൽ ഖദം, ഫുട്ബോൾ കളി കാണുകയാണ് അല്ലേ. അപ്പൊ ഖുറത്തുൽ ഖദം, കളിയുടെ പേരുകളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഖുറത്തുൽ ഖദം എന്നാണ് ഫുട്ബോളിന് പറയുക. അത് നമ്മൾ എഴുതി തന്നെ പഠിക്കണം, എഴുതി പഠിച്ചേ പറ്റൂ അല്ലേ. അപ്പൊ ഖുറത്ത് എന്ന് എഴുതുമ്പോൾ ഏതാണ്? കാഫാണ്, ഖാഫല്ല അല്ലേ. അപ്പോ ഖുറത്തുൽ ഖദം, താ ഏതാണ്? ഹാത്തയാണ്, ബാത്ത അല്ല അല്ലെ. ഇങ്ങനെയുള്ള തായാണ് അല്ലെ. ഖദമാണ്, ഖദമല്ല, ഖദം അല്ലെ. അപ്പൊ അത് എഴുതി പഠിക്കണം ഫുട്ബോള്. പിന്നെയോ നൽഅബുൽ ബനാത്ത്, പെൺകുട്ടികൾ കളിക്കുന്നു. ക്രിക്കറ്റ്, ക്രിക്കറ്റ്, ക്രിക്കറ്റിനെ ക്രിക്കറ്റ് എന്നാണ് അറബിയിൽ പറയുക. അപ്പൊ അത് നമ്മൾ എഴുതി പഠിക്കണം. പിന്നെ വാസൽ ഫരീഖുൽ ഹിന്ദി, ഇന്ത്യൻ ടീം വിജയിച്ചു. ഫി ഹോക്കി, ഹോക്കി കളിയിൽ അല്ലെ, ഹോക്കി കളിയിൽ ജയിച്ചില്ല ഇന്ത്യൻ ടീം. അപ്പൊ ഹോക്കി, ഹോക്കി, ഹോക്കി എന്നാണ് ഇത് കേട്ടോ, ഹോ എന്നുള്ള ഹൂക്കി. പിന്നെയോ യൽഅബുൽ ഔലാദു, ആൺകുട്ടികൾ കളിക്കുന്നു. ഖുറത്ത് താഇറ അല്ലേ, ഖുറത്ത് താഇറ കളിക്കുന്നു. പിന്നെ യൽഅബു ഷാജി റാഷിദ്, ഷാജിയും റാഷിദും കളിക്കുന്നു. രീശത്ത് താഇറ, ഷട്ടിൽ കളിക്കുന്നു അല്ലേ. അപ്പോൾ ഇതൊക്കെ ഇതിന്റെ 5 കളിയുടെ പേരും നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതണം. നോട്ട് ബുക്കിൽ എഴുതുക. ഓരോ കളിയുടെ പേരും 3 പ്രാവശ്യമെങ്കിലും എഴുതണേ.
ഓക്കെ. കുറത്തുൽ ഖദം, ക്രിക്കറ്റ്, ഹോക്കി, കുറത്തു തായിറ, അരീഷത്തു തായിറ. നിർബന്ധമായിട്ടും ഇത് വരാൻ സാധ്യതയുണ്ട്. ഇനിയോ ഒരു പദ്യമാണ്, ചെറിയൊരു പദ്യമാണ്. അതിൽ നമുക്ക് കൂട്ടിച്ചേർക്കാനുണ്ട്. ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവും, എന്നിട്ട് അത് പൂരിപ്പിക്കാനുണ്ടാവുക. അതല്ലാതെ മുഴുവൻ എഴുതാൻ വേണ്ടി പറയല. ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവും. അതിനൊരു മുൻ മാതൃകയും തരും. ഒരു മാതൃക എങ്ങനെ എഴുതേണ്ടതെന്നുള്ള അത് നോക്കി എഴുതിയാൽ മതി. ഉദാഹരണത്തിന് യാ അസ്ഹാബി ഹയ്യാ നദ്ഹബ്, വരൂ സുഹൃത്തുക്കളെ നമുക്ക് പോകാം. നമുക്ക് പതിവായിട്ട് എന്ത് ചെയ്യാം, കളിസ്ഥലത്തേക്ക്, ഗ്രൗണ്ടിലേക്ക് പോകാം. അല്ലേ, നമുക്ക് ഫുട്ബോൾ കളിക്കാം. അവിടെ കുറത്തൽ കഥം എന്നുള്ളതായിരിക്കും ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാവുക. അവിടെ വേറെ ഒരു കളിയുടെ പേര് ചേർക്കണ്ട. അപ്പൊ നമുക്ക് വേറെ എന്തെങ്കിലും ചേർക്കാം, ഹോക്കി ചേർക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, വേറെ എന്തെങ്കിലും ക്രിക്കറ്റ് ചേർക്കാം, അങ്ങനെ പലതും ചേർക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ഉന്നത വിജയത്തിന് വേണ്ടി നമുക്ക് മത്സരിക്കാം, അല്ലേ, മത്സരം നടത്താം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവും, അത് പൂരിപ്പിക്കാനുണ്ടാവും. ഇനിയോ അടുത്ത പേജിൽ വരുന്ന എന്താണ്, 57-ാമത്തെ പേജില് ചില കളികളുടെ ഇപ്പോൾ ബാറ്റ്, സ്റ്റംപ്, ബോള്, ഫുട്ബോൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫുട്ബോളിന്റെ ഗ്രൗണ്ട്, അതുമായിട്ട് നമുക്ക് അത് മാച്ച് ചെയ്യാൻ, അത് നമുക്ക് യോജിപ്പിക്കാനുണ്ട്, അല്ലേ. ഇതിൽ ക്രിക്കറ്റ് ഗ്രൗണ്ട് ഏതാണ്, ഫുട്ബോൾ കളിന്റെ ഗ്രൗണ്ട് ഏതാണ്, ഷട്ടിൽ കളിന്റെ ഗ്രൗണ്ട് ഏതാണ്, അങ്ങനെ ഓരോന്ന് യോജിപ്പിക്കുക. അതൊക്കെ നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം. അതിലൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതേസമയം നമ്മൾ അതിന്റെ പേര് എഴുതണം. ചിലപ്പോൾ ഇതിന്റെ ചിത്രമായിരിക്കും കൊടുക്കുക. അപ്പോൾ കളീന്റെ പേര് എഴുതാനുണ്ടാവും. അപ്പോൾ ആ ചിത്രം കണ്ടാൽ നമുക്ക് മനസ്സിലാവുകയല്ലേ. പക്ഷേ കളീന്റെ പേര് നമ്മൾ പഠിക്കണം. ഓക്കെ. ഇനി നമുക്ക് പ്രധാനപ്പെട്ടത് 57-ാമത്തെ പേജിൽ നമ്മൾ 1 മുതൽ 10 വരെ നമ്മൾ പഠിച്ചതാണ്. നമുക്ക് ഒരുമിച്ച് ഒന്ന് പറയാം. ഓക്കെ, എല്ലാവരും പറയും. വാഹിദ്, ഇസ്നാനി, സലാസ, അർബഅ, ഹംസ, സിത്ത, സബഅ, സമാനിയ, തിസ്അ, അശറ, അല്ലേ. ഓക്കെ. ഇനി 11 മുതൽ നമ്മൾ പഠിച്ചതാണ്. അങ്ങനെ പഠിച്ചത് 20 വരെ പഠിച്ചതാണ്. പിന്നെ 11 മുതൽ സലാസൂൻ, അല്ലേ. ഇനി സലാസൂൻ 30, അല്ലേ. 10 അഷറ, 20, 20, സലാസൂൻ 30, അല്ലേ. സലാസ അറിയെങ്കിൽ സലാസൂൻ അറിയല്ലേ, 30. ഓക്കെ. ഇനിയോ റാഷിദ്, ഇവിടെ ചില ആള് ഫുട്ബോൾ കളിയിലെ ഓരോരുത്തർക്കും ഓരോ നമ്പർ ഉണ്ട്. ആ നമ്പർ ഇവിടെ വിട്ടുപോയത് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ എഴുതണം, അല്ലേ. അത് ഓരോന്നും നമ്മൾ എഴുതണം. അതിൽ ഓരോരുത്തർക്കും ഓരോരോ നമ്പർ ഉണ്ട്. സലാസൂൻ 30, വാഹിദും വസലാസൂൻ 31, ഇസ്നാനി വസലാസൂൻ, അല്ലേ. വാഹിദ് മുതൽ അഷറ വരെ അറിയെങ്കിൽ പിന്നെ സലാസിന്റെ കൂടെ കൂട്ടിച്ചേർത്താൽ മതി, എളുപ്പമാണ്. ഇസ്നാനി വസലാസൂൻ, ഇസ്നാനി 2 അല്ലേ, സലാസൂൻ 30, 32, സലാസത്തുൻ 3 അല്ലേ, സലാസൂൻ 30, അപ്പൊ 33, സലാസത്തും വസലാസൂൻ, അർബഅത്തും വസലാസൂൻ, അല്ലേ. ഹംസത്തും വസലാസൂൻ, സിത്തത്തും വസലാസൂൻ, സബഅത്തും വസലാസൂൻ, സമാനിയത്തുൻ 8, സലാസൂൻ 30, അപ്പൊ സമാനിയത്തും വസലാസൂൻ, തിസ്അത്തും വസലാസൂൻ, അർബഊൻ, 4 അല്ലേ, അപ്പൊ 40 അർബഊൻ, അല്ലേ. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനിയോ അത് നമുക്ക് പൂരിപ്പിക്കാനുണ്ട്. ഏതില് 59-ാമത്തെ പേജില്. അത് ഇവിടെ ചിലത് വിട്ടുപോയിട്ടുണ്ട്. സലാസൂൻ, അവിടെ നോക്ക്, ഒരാളെതാ തിരിഞ്ഞു നിൽക്കുന്ന 31, വാഹിദും വസലാസൂൻ. ഇനിയോ 34, അവിടെ സലാസൂൻ നിന്നുണ്ട്. അർബഅത്തും വസലാസൂൻ, സിത്തത്തും വസലാസൂൻ, അവിടെ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്, അക്കത്തില് ജേഴ്സിയിൽ എഴുതിയിട്ടില്ല. ജേഴ്സിമേൽ എഴുതിയിട്ടുണ്ടോ? ഇത് അർജന്റീനന്റെ ജേഴ്സി ആണോ, അല്ല ബ്രസീലിൻ്റെതാണോ? ബ്രസീലിൻ്റെതാന്ന് തോന്നുന്നു, അല്ലേ. ഏതായാലും ശരി, സിത്തത്തും വസലാസൂൻ എന്ന് അവിടെ എഴുതണം. 36, അല്ലേ, 6, 3, അല്ലേ, 36. ഓക്കെ. ഇനിയോ 39 അവിടെ ഉണ്ട്, എഴുതിയിട്ടില്ല. അപ്പൊ തിസ്അത്തും വസലാസൂൻ എഴുതണം. ഇസ്നാനി വ ഇശ്റൂൻ, അല്ലേ. ഇസ്നാനി വ ഇശ്റൂൻ, ഇശ്റൂൻ എന്താണ്, 22, അത് അവിടെ എഴുതിയിട്ടില്ല. ഇനിയോ ചിലത് ഒന്നും എഴുതിയിട്ടില്ല, അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാം, അല്ലേ. അപ്പോൾ ചിലപ്പം ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനുണ്ടാവും, ചിലത് വിട്ടുപോയിട്ടുണ്ടാവും, ചിലത് അക്കത്തിൽ എഴുതാനുണ്ടാവും, ചിലത് അക്ഷരത്തിൽ എഴുതാനുണ്ടാവും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് ഇവിടെ മെസ്സിയെ കുറിച്ചുള്ള, നമ്മുടെ ലയണൽ മെസ്സിയെ കുറിച്ചുള്ള ഒരു എന്താണ് ഒരു പിന്നെ പാഠമാണ്. അതേപോലെ തന്നെ നമുക്കവിടെ ഒരു കളിക്കാരൻ്റെ പേര് എഴുതാനുണ്ട്, അല്ലേ, ഇഷ്ടമുള്ള. അതൊക്കെ പിന്നെ നമ്മൾ പാഠത്തിൽ പഠിച്ചതാണ്. ഓക്കെ. ഇനി ഇവിടെ
61-ാമത്തെ പേജിൽ നമുക്കവിടെ പൂരിപ്പിക്കാനുണ്ട്. അവിടെ നേരത്തെ നമ്മൾ കഥകളൊക്കെ പറയുമ്പോൾ പണ്ട് ഒരു കുറുക്കനുണ്ടായിരുന്നു എന്ന് പറയലേ, അതേപോലെ തന്നെ അറബിയിൽ എന്താണ് കാനഫി കറയത്തി, ഒരു ഗ്രാമത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയും അല്ലേ. അപ്പോൾ കഥയുടെയൊക്കെ തുടക്കം അതായിരിക്കും അല്ലേ, പല കഥയുടെയും തുടക്കം. അപ്പോൾ നമുക്കിവിടെ ഈ കഥ, ഈ കിസ്സ നമുക്ക് ഓർഡർ ആക്കാനാണ്. കഥയിലെ വാക്കുകൾ ഇവിടെ ഉണ്ട്, പക്ഷെ അത് നമ്മൾ ഓർഡർ ആക്കി എഴുതണം. അപ്പോൾ ഇവിടെ ഒന്നാമത്തത് എന്താണ്, ഫസ്റ്റ് വരേണ്ടത് കാനഫി കറയത്തി, ഒരു ഗ്രാമത്തിലുണ്ടായിരുന്നു വലതുൻ ഫക്കീറുൻ, ഒരു ദരിദ്രനായ ഒരു പാവപ്പെട്ട കുട്ടി ഉണ്ടായിരുന്നു. ഇസ്മുഹു ദാനിഷ്, അവന്റെ പേരെന്താണ്, ദാനിഷ് എന്നാണ്. പിന്നെയോ യുഹിബ് ദാനിഷ് ഇഷ്ടപ്പെട്ടു ക്രിക്കറ്റ് ഇഷ്ടപ്പെട്ടു. മുന്ദിരിഹി, അവന്റെ ചെറുപ്രായം മുതൽ ലഇബ മഅ അസ്തികാഇഹി, അവന്റെ കൂട്ടുകാരോടൊപ്പം കളിച്ചു. ഫിൽ മൈതാനത്ത് കളിച്ചു. അസാബ മർദുൻ, അവനൊരു രോഗം ബാധിച്ചു അല്ലെ. മെസ്സിക്കും അങ്ങനെയായിരുന്നു, 9-ാമത്തെ വയസ്സിൽ ഒരു രോഗം ബാധിച്ചു അല്ലെ. അതേപോലത്തെ ദാനിഷിനും ഒരു രോഗം ബാധിച്ചു. ലാക്കിൻ, പക്ഷേ ലം യത്രുക്ക് മഹബ്ബത്തുഹു ഫി ക്രിക്കറ്റ് കളിയോടുള്ള അവന്റെ ഇഷ്ടം അവൻ മതിയാക്കിയില്ല. രോഗമായിട്ടും അവന് കളിയോട് ഇഷ്ടമായിരുന്നു. അങ്ങനെ അവൻ എന്ത് ചെയ്തു, അവനെ നന്നായി കളിച്ചു അല്ലേ, അവസാനം അവന് സോറല ഇബൻ മഅറൂഫ, അവൻ അറിയപ്പെടുന്ന ഒരു കളിക്കാരനായി അല്ലേ. ഇതേപോലെ നമുക്ക് തിരഞ്ഞെടുത്ത് എഴുതാനുണ്ടാവും, അത് നമ്മൾ ചെയ്യുക, ഓർഡർ അനുസരിച്ച് എഴുതാനുണ്ടാവും. ഇനി നമുക്ക് എന്താണ്, ഇത്രയും ഭാഗങ്ങളാണുള്ളത് ഈ പേജ് അല്ലേ, 60 ഇത്രയും ഭാഗങ്ങളാണുള്ളത്. വളരെ നന്നായിട്ട് സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. ഞാൻ വിശദമായിട്ട് പറഞ്ഞതാണ്, കാരണം നമുക്ക് കുറച്ച് സമയമുണ്ടല്ലോ പഠിക്കാൻ അല്ലേ. അപ്പോൾ എല്ലാവർക്കും നന്നായി പരീക്ഷ എഴുതുവാൻ സാധിക്കുമാറാവട്ടെ എന്ന് എല്ലാവർക്കും വിജയാശംസകൾ നേരുകയാണ്. ഓക്കെ, താങ്ക് യു.